എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു കാട് മൂടാണ്. കാട്ടിലേക്ക് നമ്മുടെ ഏഴാറ്റുമുഖം വഴി അതിരപ്പള്ളി റൂട്ടിലൂടെ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ വാൽപ്പാറയ്ക്ക് പോകാനുള്ളൊരു പ്ലാനുണ്ട്. പെട്ടെന്ന് വന്നൊരു പ്ലാനുണ്ട്. വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ വന്ന വഴിക്ക് നമ്മുടെ ഏഴാറ്റുമുഖം പ്ലാന്റേഷനിൽ 2 കൊമ്പന്മാരെ കണ്ടു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുന്നപ്പോൾ വേറൊരെണ്ണത്തിനെ കൂടെ കണ്ടു അല്ലേ? അപ്പോൾ അതെ, അപ്പോൾ പോകുന്നപ്പോൾ തന്നെ ലൂക്ക് പറയണ്ടായിരുന്നു എനിക്ക് ആനനെ കാണണം. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു ആനേനെങ്കിലും കാണണമെന്ന് ലൂക്ക് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമ്മൾ 3 ആനേനെ കണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ ആനിമൽസ് സൈറ്റിംഗ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ മലക്കപ്പാറ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ കാണാം. അപ്പോൾ വെൽക്കം ബാക്ക്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജിനോ ദ ട്രാവലർ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് പൊന്നുമാണ്, പിന്നെ ലൂക്ക് പുറകിരിപ്പുണ്ട്, പിന്നെ കുഞ്ഞ് കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങിയേക്കണ ഒരു ചെറിയൊരു ഫാമിലി ട്രിപ്പാണ്, ഒരു ഫാമിലി വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനുള്ള ക്യൂ ആണ്ടി കാണുക, ആ വണ്ടികളുടെ തിരക്കാണ്ടി കാണുന്നത്. ഞങ്ങള് ഇറങ്ങണില്ല. ഞങ്ങള് പോണ ലൂക്കിന് പോകണ്ടല്ലോ, നമ്മളന്ന് പോയല്ലേ, ഞങ്ങളന്ന് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇറങ്ങാൻ താല്പര്യമില്ല ഇവിടെ. അപ്പോൾ ഞങ്ങൾ വിട്ടു പോവാണ്. ഇനിയിപ്പോൾ നേരെ ഇപ്പോൾ ടൈം എത്ര 4 മണിയായി. നമുക്ക് 5 മണിക്കുള്ളിൽ നമുക്ക് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തെത്താൻ. 2 മണിക്കൂറല്ലേ അവർ പറഞ്ഞത്? 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ അപ്പുറത്ത് എത്തണേ. അപ്പോൾ സ്റ്റേ നമുക്ക് എവിടെ എടുക്കണം ലൂക്ക? വാൽപ്പാറയിൽ. സ്റ്റേ നമ്മൾ വാൽപ്പാറയാണ് ഇപ്പോൾ നോക്കിയേക്കുന്നത്. ഓൺലൈൻ നോക്കിയിട്ട് കണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ നേരെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നീങ്ങി അവിടെ എവിടെയെങ്കിലും നമുക്ക് ലോക്കലിൽ കിട്ടുമോ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് കടക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റൂട്ട് ഇത് തന്നെ കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് ഏറ്റവും ഒരു ബെസ്റ്റ് റൂട്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് ചെറിയൊരു നമുക്ക് ആനിമൽ സൈറ്റിങ്സ് ഇത്തിരി കുറവായിരിക്കും, എന്നാലും നല്ലൊരു അടിപൊളി റൂട്ടാണത്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ തീരുമാനിച്ചെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ബ്ലോക്ക് ഇതുണ്ടല്ലോ ഇവിടെ, കംപ്ലീറ്റ് തിരക്കാണ്. നല്ല കുത്തി ഒഴുകുന്ന വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. വെള്ളച്ചാട്ടമല്ല, വെള്ളം മലയിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളം കാണാൻ സാധിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കലങ്ങിയ വെള്ളം വരുന്നത്, കാരണം നല്ല മഴയുള്ള ഈ സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാട് മൂട് ഡ്രൈവ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്താണ്, നല്ല ഈ മഴയുള്ള ടൈമിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ട്രിപ്പൊക്കെ വരേണ്ടത്. ആന നല്ല ഹൈറ്റിൽ കയറും, പിന്നെ ഇറങ്ങുമ്പോൾ ഇല്ലേ ആന കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങൂല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ആന ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കമൊക്കെ തെന്നി ഇറങ്ങണം, അതുപോലെയൊക്കെ ഇറങ്ങും. പക്ഷെ ഇവിടെ തെന്നി ഇറങ്ങാൻ പറ്റും, ഇവിടെ എല്ലാം പാറയല്ലേ. എന്ത് രസമല്ലേ നമ്മള് വെയിലത്ത് നല്ല വെയിലൊക്കെ ഉള്ളപ്പോ വരുമ്പോഴുള്ള ഒരു ഫീൽ അല്ല ഈ മഴയത്ത് വരുമ്പോ. ശരിയല്ലേ ലൂക്ക? പ്രത്യേക മൂടാണ് മഴയത്ത് വരുമ്പോ. ലൂക്കിന് എന്താ പറയാനുള്ളത്? അടിപൊളിയല്ലേ? ഈ മരത്തിന്റെ ഇലകളിൽ നിന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന വെള്ളവും അതൊക്കെ കാണുമ്പോൾ ഉള്ള മനസ്സിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. ശരിയല്ലേ? എന്താ പറയണേ? അല്ലേ, ഫീലല്ലേ? സമയം 4:15 കേട്ടോ. പക്ഷേ ഇല്ലേ ഒരു രാത്രി ആയൊരു മൂടാണ്. അതെ 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 അതെ. ഇവിടെയൊക്കെ വണ്ടി നിർത്താൻ പാടില്ലെന്ന് എനിക്ക് ഇല്ല ഇതല്ല. അത് ഉള്ളിലോട്ട് കയറി കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ വണ്ടി നിർത്താൻ പാടില്ല. അതേടാ, കാടിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ. ഇതിപ്പോ നമ്മള് അതിന്റെ അകത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അകത്തേക്ക് കയറിയിട്ടില്ലല്ലോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അതേ എന്റെ പൊന്നോ, വെള്ളം കുത്തി വന്നോക്കെ. എന്റെ പൊന്നോ,
ഗ്ലാസ് തുറക്കണം കേട്ടോ. ഗ്ലാസ് തുറന്നാല് കംപ്ലീറ്റ് വെള്ളം അകത്ത് കയറും. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ മലക്കപ്പാറ ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് വന്യജീവികൾ കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ നോക്കി നോക്കി പോവാം. സമയം ഇപ്പോൾ 4:20, പക്ഷെ ഒരു 7 മണി 7:30 ആയതിൻ്റെതായ ഒരു ചെറിയൊരു പ്രതീതി അല്ലേ തോന്നല്ലേ? അത്ര ആയിട്ടില്ല, അത്ര തന്നല്ലേ? നല്ല റൂട്ടാണ്, നല്ല റോഡാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റേറ്റ് ഹൈവേ 21 ആണ് കേട്ടോ, മലക്കപ്പാറ വരെ. അത് കഴിഞ്ഞ് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് NH അല്ല SH 78 ആവും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ആനക്കയം ബ്രിഡ്ജാണ്. ആനക്കയം നാരോ ബ്രിഡ്ജാണ് ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ഫുൾ കോഡ് ഇറങ്ങിയിരിക്കുന്ന കേട്ടോ. ഉണ്ടല്ലേ, സൈഡ് കാണാൻ പറ്റില്ല. നല്ല കോട, സൂപ്പർ കോട. കംപ്ലീറ്റ് കോടയുണ്ടോ, ഒരു രക്ഷയില്ലാത്ത കോട ഉണ്ടല്ലേ. താഴേക്കൊക്കെ നോക്കി, ഓ ഇത്രയും നല്ല കോടയും പിന്നെ ഇങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴയും കിട്ടിയിട്ടില്ല ഇതുവരെ. സമയം ഇപ്പൊ 5:15 പിന്നെ നല്ല തിരക്കാണ്ട്. ഒരുപാട് വലിയ വലിയ വണ്ടികളൊക്കെയാണ്. കംപ്ലീറ്റ് തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുഴിയാണ്. കൂടി അന്യായ മഴയിടാ, വിസിബിലിറ്റി ഒക്കെ കുറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ സ്ലോയിലാണ് പോകുന്നത്. പക്ഷേ വേറെ വണ്ടികളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഗിയർ മാറ്റിയിട്, സെക്കൻഡ് ഇട്, ഫസ്റ്റിലിട്ട്. യെസ്, ഉണ്ടല്ലേ. ഇതാണ് നമുക്കൊരു വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലും. പക്ഷെ ഇതൊന്നും ആരും അനുകരിക്കരുതട്ടോ. സെക്കൻഡ് ഇട്ട്. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പല പല ഗുണങ്ങളുണ്ട്. മുട്ടം ബ്ലോക്കാണ് കേട്ടോ. നമ്മൾ മലക്കപ്പാറ എത്തിയിട്ടില്ല, ഭയങ്കര ബ്ലോക്കാണ്. വലിയൊരു ബസ് ഫ്രണ്ടിൽ വന്ന്, അപ്പോൾ അത് പിന്നെ അവിടെ നിന്ന് എതിരെ വന്ന വണ്ടികളെല്ലാം കാരണം നല്ല ബ്ലോക്കായിട്ട്. ഇപ്പോൾ ഒരുപാട് മരങ്ങൾ വീണിട്ട് അതൊരു കട്ട് ചെയ്ത് മാറ്റിയേക്കണുണ്ട് റോഡ് സൈഡിലൊക്കെ. അപ്പോൾ അതിൻ്റേതായ ബ്ലോക്കുകളും എല്ലാം ഉണ്ട്. പക്ഷെ അടിപൊളിയാണ്, ഒരു പ്രത്യേക മൂഡ് തന്നെയാണ്. പറഞ്ഞാലും എത്ര പറഞ്ഞാലും അത് അല്ലേ മതി വരാത്ത രീതിയിലാണ് നമ്മുടെ ഈ ഡ്രൈവ് കേട്ടോ. ഓ അടിപൊളി വളം. സുമതി വളമാണോ ലൂക്ക ഇത്? സിനിമയാണത്. ഞങ്ങൾ രാത്രി വാൽപ്പാറ സ്റ്റേ കഴിഞ്ഞ് തിരിച്ച് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ വെയിറ്റ് ചെയ്യാനുണ്ട് അവിടെ സ്റ്റാഫ് വരാൻ വേണ്ടി. ഇന്നലെ രാത്രി നമ്മൾ കണ്ട ഷോളയാർ ഡാമിലെ വെള്ളം ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിപ്പോൾ രാവിലെ ആയപ്പോൾ നല്ല ഒഴുക്കിലാണ് വെള്ളം വരുന്നത്, മുകളിൽ നിന്ന് ഓവർഫ്ലോ ആവുന്നത്. നല്ല മഴയുണ്ടായിരുന്നുണ്ട് രാത്രി, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. രാവിലെ കൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ വെതറാണ് കേട്ടോ. നല്ല അടിപൊളി കോട ഇങ്ങനെ വന്ന് കാറ്റിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കോട കിട്ടും, പിന്നെ കോട ഇല്ലാണ്ടാവും, പിന്നെ അങ്ങനെ നല്ലൊരു കൂൾ വെതർ.